ഗ്രഹവിജ്ഞാനം ചിലപ്പൊടിക്കകൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വീട്ടിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് നമുക്ക് ഒരു അടിപൊളി ഫ്ലോർ ക്ലീനർ അതെങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം. അതിന് വേണ്ടത് 2 പിടി ആര്യവേപ്പിലയാണ്. അത് ഒരു മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കുക. ഇത് ഒരു അരിപ്പ വെച്ച് എടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ലായനി പരുവത്തിലാക്കുന്നു. ഇനി വേണ്ടത് കറുവപ്പട്ടയാണ്. 3-4 കഷ്ണം കറുവപ്പട്ട, പിന്നെ 4-5 കട്ട കർപ്പൂരം, രണ്ടും കൂടി പൊടിച്ചെടുത്തതിന് ശേഷം ഈ കൂട്ട് ആര്യവേപ്പില ചേർത്ത വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു പാത്രത്തിൽ ഒഴിച്ച് തിളപ്പിച്ചെടുക്കുക. 3-4 മിനിറ്റ് നന്നായി തിളക്കട്ടെ. അതിനുശേഷം ഇതിലേക്ക് 4 സ്പൂൺ കല്ലുപ്പ് കൂടി ചേർത്ത ശേഷം വീണ്ടും തിളപ്പിച്ച് തണുക്കാൻ വെക്കുക. അതിനുശേഷം തുണി ഉപയോഗിച്ച് അരിച്ചെടുക്കണം. കാരണം ആര്യവേപ്പിലയുടെ തരികളും മറ്റും പോയി കിട്ടുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഫ്ലോർ തുടയ്ക്കുമ്പോൾ ഫ്ലോറിൽ ഇത്തരം തരികൾ ഉണ്ടാകാതിരിക്കാനാണ് തുണി ഉപയോഗിച്ച് അരിച്ചെടുക്കുന്നത്. ഇതിലേക്ക് അല്പം വിനാഗിരി കൂടി ചേർക്കുക. പുൽത്തൈലം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്താൽ അത് നല്ലൊരു സുഗന്ധം കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചേർക്കാം എന്ന് മാത്രം, ഇല്ലെങ്കിലും സാരമില്ല. ഈ ക്ലീനർ ഉപയോഗിച്ച് തറ തുടയ്ക്കുമ്പോൾ നല്ല ഷൈനിങ് കിട്ടുന്നതാണ്. അതോടൊപ്പം പല്ലി, പാറ്റ, കൊതുക്, ഈച്ച എന്നിവയെ തുരത്തുകയും ചെയ്യുന്ന ഒരു ഓൾ ഇൻ വൺ ഫ്ലോർ ക്ലീനറാണിത്. ഇതുപയോഗിച്ച് തറ തുടയ്ക്കുമ്പോൾ അത്ഭുതകരമായ വ്യത്യാസമാണ് കാണുക. 100% വിശ്വസിക്കാവുന്ന ഒരു ഫ്ലോർ ക്ലീനറാണിത്. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നിങ്ങൾ അത്ഭുതപ്പെടും തീർച്ചയാണ്. ഗ്രഹവിജ്ഞാനം ചിലപ്പൊടിക്കകൾ എന്ന ഈ പ്രോഗ്രാം മറ്റൊരു വിഷയമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.